മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കൊക്കെ സുഖല്ലേ? എനിക്ക് സുഖം തന്നെ കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ ബർഗർ ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ജിബിയുടെ അടുത്ത് നിന്ന് കുറച്ച് ബൺ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആള് വാങ്ങിച്ചോണ്ട് വന്നത് ബർഗർ ബണ്ണാണ്. സാധാ ബണ്ണിന്റെ വരും ബർഗർ ബണ്ണാണ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇനി ഞങ്ങൾ കുറച്ച് കഴിച്ചു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ടേസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ ഇത് വെച്ച് നമ്മൾ ചിക്കൻ ബർഗർ ഉണ്ടാക്കിയാലോ? ചിക്കൻ ആണെങ്കിൽ വീട്ടിലിരിക്കുന്നത്, അപ്പൊ ചിക്കൻ ബർഗർ ഉണ്ടാക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് എടുത്തേക്കുന്നത് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് ഇട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ നമ്മൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് ബ്രസ്റ്റ് പാർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അധികം വേസ്റ്റേജ് ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി അങ്ങനെ തീർന്നു. മിൻസ് ചെയ്ത ചിക്കനകത്തേക്ക് കുറച്ച് പെപ്പർ പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ പാറ്റി മിക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പാറ്റി ആയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പാറ്റി എല്ലാം പരത്തി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു നോൺ സ്റ്റിക് പാൻ ആണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ പാറ്റി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചു കൊടുക്കാം കേട്ടോ. മിൻസ് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേവിച്ചെടുക്കാൻ അധികം ടൈം എടുക്കില്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കറക്റ്റ് നമ്മുടെ പാറ്റിയുടെ ഷേപ്പ് കിട്ടിക്കോളൂ കേട്ടോ. നമ്മുടെ ബൺ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പാറ്റി നോക്കി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസി പാറ്റിയാണ്. ഇനി ബർഗറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസിന് വേണ്ടി ഞാൻ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലെറ്റൂസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ബർഗറിലേക്കുള്ള സോസിന് വേണ്ടിയിട്ട് മയോ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ചില്ലി സോസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ അടിപൊളി ബർഗർ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബർഗർ സെറ്റ് ആക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ലോവർ ബൺ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബർഗർ സോസ് അങ്ങോട്ട് തേച്ച് കൊടുക്കണേ. അതിൻ്റെ മേലെ നമ്മൾ ലെറ്റൂസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റിയാണ് കേട്ടോ വെക്കുന്നത്. ഈ പാറ്റിയുടെ കൂടെ വേണമെങ്കിൽ ചീസ് മെൽറ്റ് ചെയ്തും വെക്കാം കേട്ടോ. പാറ്റി ഫ്രൈ ചെയ്യില്ലേ, അതിൻ്റെ മേലെ ഒരു ചീസ് സ്ലൈസ് വെച്ചാൽ മതി. അപ്പോൾ അത് മെൽറ്റായി കിട്ടിക്കോളൂ കേട്ടോ. അതായാലും ഇവിടെ യൂസ് ചെയ്യാം. എനിക്ക് ചീസ് കുറച്ചുകൂടി ഹെവിയും അൺഹെൽത്തി ആയിട്ടാണ് കേട്ടോ തോന്നാറ്. അത് കാരണം ഞാൻ മിക്കപ്പോഴും ചീസ് അവോയ്ഡ് ചെയ്യുക ചെയ്യാറ്. ചീസ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് ബണ്ണിൽ കുറച്ച് കെച്ചപ്പും കൂടിയും യൂസ് ചെയ്ത് നമ്മുടെ ബർഗർ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബർഗർ നോക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നോക്ക് ലാസ്റ്റത്തെ ബർഗർ കൂടി ഉണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്.
അപ്പൊ നമ്മുടെ ബർഗർ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കാണിച്ചു തരാട്ടോ. സമയം 4 മണി എന്നുള്ളത് ഇപ്പൊ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും സാരില്ല. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ നോക്കാം. പാറ്റി നല്ല ജ്യൂസി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ രണ്ടിൽ കുറച്ച് ലെറ്റ്യൂസ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞ പറ്റുണ്ടായിരുന്നു, 2 കൂടി ആഡ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ബൈ, ഞാൻ ടേക്ക് കെയർ.